കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണയും ഭർത്താവ് അശ്വിൻ ഗണേഷും അവരുടെ വിവാഹശേഷമുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന സമയമാണിത്. ഈ മാസം 5-ാം തീയതിയായിരുന്നു ദിയയും അശ്വിനുമായുള്ള വിവാഹം തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. ഇരു കൂട്ടരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമേ ഈ ചടങ്ങിൽ സന്നിഹിതരായിരുന്നുള്ളൂ. അതിനു മുൻപുള്ള ഹൽദി, മെഹന്തി, സംഗീത പരിപാടികളും വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയതാണ്. ഇതിൻ്റെ വിശേഷങ്ങളും ദിയയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ എത്തിച്ചേർന്നു. നാട്ടിലെ പരിപാടികൾ പെട്ടെന്ന് തീർത്ത് ദമ്പതികൾ അച്ഛനമ്മമാരോടൊപ്പം നേരെ ഡൽഹിയിലേക്ക് വിമാനമേറി. ഇവിടെ കൃഷ്ണകുമാറിൻ്റെ ഡൽഹി സുഹൃത്തുക്കൾക്കായി മകളെയും മരുമകനെയും വിളിച്ചുകൂട്ടി ഒരു റിസപ്ഷൻ നടത്തിയിരുന്നു. ഇതിൽ കൃഷ്ണകുമാറും ഭാര്യ സിന്ധുവും ദിയയും അശ്വിനും മാത്രമാണ് പങ്കെടുത്തത്. മറ്റുള്ളവരെല്ലാം നാട്ടിലായിരുന്നു. ദിയ കൃഷ്ണ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വ്ലോഗ് തൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു പ്രധാന അതിഥി. വളരെ വർഷങ്ങളായി മലയാള സിനിമ, സീരിയൽ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിട്ടും കൃഷ്ണകുമാറിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ സെലിബ്രിറ്റി സാന്നിധ്യം വളരെ കുറവായിരുന്നു. വിളിച്ചതിനും വേണ്ടി സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക പങ്കെടുത്തിരുന്നു. സാധാരണഗതിയിൽ താലികെട്ടൽ കഴിഞ്ഞ് പ്രധാനപ്പെട്ട താരങ്ങൾക്കായി ഒരു വിവാഹ വിരുന്ന് സംഘടിപ്പിക്കുന്നത് മലയാള സിനിമാ ലോകത്തെ പതിവ് കാഴ്ചകളിൽ ഒന്നാണ്. അതിനും കൃഷ്ണകുമാർ തൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹത്തിലൂടെ ഒരു മാറ്റം വരുത്തുകയാണ്. താലികെട്ടൽ വരെ മാത്രമേ ചടങ്ങുകൾ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞുവെങ്കിലും ഡൽഹിയിൽ ഒരു വിവാഹ റിസപ്ഷൻ നടത്തുകയുണ്ടായി. ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചതും ഷോപ്പിംഗ് ചെയ്തതും എല്ലാം ദിയയുടെ വ്ലോഗിൽ പരാമർശിക്കുന്നുണ്ട്. വധുവും വരനും പ്രത്യേകം ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ ധരിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ താനും അശ്വിനും അറിയാതെ അച്ഛൻ കൃഷ്ണകുമാർ ഒരു സ്പെഷ്യൽ പരിപാടി പ്ലാൻ ചെയ്തത് അവരും അറിഞ്ഞത് വളരെ വൈകിയാണ്. അക്കാര്യവും ദിയ വ്യക്തമാക്കുന്നു. ഒരു ഡിന്നർ പാർട്ടിയാണ് അച്ഛൻ കൃഷ്ണകുമാറിൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കായി ഒരുക്കിയത്. അത് വിവാഹ റിസപ്ഷനായി മാറി എന്ന് ദിയ കൃഷ്ണ. ഡൽഹി റിസപ്ഷൻ്റെ റീൽ വീഡിയോ ആയിരുന്നു ദിയ കൃഷ്ണ ആദ്യം പോസ്റ്റ് ചെയ്തത്. പിന്നാലെ അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ വ്ലോഗും പോസ്റ്റ് ചെയ്തിരുന്നു. രാജ്നാഥ് സിംഗ് എന്ന് കേട്ടിട്ട് മാത്രമേയുള്ളൂ ദിയയും അശ്വിനും. അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതിൻ്റെ ത്രില്ലിൽ കൂടിയായിരുന്നു. നവദമ്പതികൾക്കായി പൂച്ചെണ്ടുമായാണ് രാജ്നാഥ് സിംഗ് എത്തിച്ചേർന്നത്. ദിയയും അശ്വിനും അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. വെറുതെ വന്നു പോകുക മാത്രമല്ല രാജ്നാഥ് സിംഗ് ചെയ്തത്. വധൂവരന്മാരുടെ ഒപ്പം ഇരുന്ന് കുറച്ചുനേരം സംസാരിക്കുക കൂടി ചെയ്തിട്ടേ അദ്ദേഹം മടങ്ങിയുള്ളൂ. മാത്രവുമല്ല, ദിയക്കും അശ്വിനും മറ്റൊരു ക്ഷണം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത തവണ തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായും വന്ന് കാണണം എന്നായിരുന്നു ആ ഉപദേശം. അങ്ങനെ ഒരു ദിവസം വന്നു ചേരാനായി കാത്തിരിക്കുകയാണ് ദിയ കൃഷ്ണയും അശ്വിനും ഇപ്പോൾ.